അപ്പായോട് പറഞ്ഞ് പനിനീർ ചാമ്പയ്ക്ക പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പനിനീർ ചാമ്പയ്ക്ക പറിക്കാനായിട്ട് ഇറങ്ങി. ചന്തുമൂനും അപ്പയുടെ പുറകിന് പോവുക. തോട്ടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അപ്പായും ചന്തുമൂനും കൂടെ തോട്ടി കെട്ടി. ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ചു. തോട്ടിയൊക്കെ കെട്ടി. തോട്ടിയുടെ തയ്പ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അപ്പ അവിടെ നിന്ന് തോട്ടിയുടെ തയ്പ്പൊക്കെ കെട്ടി. തോട്ടിയുടെ തയ്പ്പ് കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ചന്തുമോനും അവിടെ തന്നെ നിൽപ്പുണ്ട്. ചന്തുമോൻ നിന്ന് അപ്പ തോട്ടി കെട്ടുന്നതൊക്കെ നോക്കി. പിന്നെ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ തോട്ടിയൊക്കെ ആയിട്ട് പതുക്കെ പനിനീർ ചാമ്പയുടെ ചോട്ടിലോട്ട് പോയി. പിന്നെ അപ്പ വലിയ തോട്ടി പൊക്കി പനിനീർ ചാമ്പയ്ക്ക പറിക്കാൻ തുടങ്ങി. ഒത്തിരി ചാമ്പങ്ങയുണ്ട്. പനിനീർ ചാമ്പയ്ക്ക നല്ല സാധാരണ ഞങ്ങളിവിടെ ചെമ്പോട്ടിക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ അതെല്ലാം പറിച്ചു. അപ്പായും ചന്തുമോനും കൂടെ അവിടെ നിന്ന് പറിക്കായിരുന്നു. ഞാനവിടെ മാറിയിരിക്കുമായിരുന്നു. പിന്നെ പതുക്കെ അപ്പ എൻ്റെ കയ്യിൽ തോട്ടി തന്നിട്ട് ഞാൻ തോട്ടി പിടിച്ചുകൊണ്ട് എടുത്താൽ പൊങ്ങാത്ത തോട്ടി പൊക്കി കുറേ ചാമ്പയ്ക്ക പറിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളതൊക്കെ കുറേ പറിച്ചതിന് ശേഷം ഞാനും ചന്തുമോനും കൂടെ കുഞ്ഞൊരു പാത്രമല്ല വലിയൊരു പാത്രത്തിലാക്കിയിട്ട് അത് കഴിച്ചു. പ്രത്യേക ടേസ്റ്റായിരുന്നു. നൊസ്റ്റാൾജിയ അടിച്ചെന്ന് പറയാമല്ലോ. ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചില്ല. കാര്യം എനിക്ക് നന്നേ പേടിയാണ്. പണ്ടത്തെ പോലെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. കാര്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറ്റിന് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അല്ലാതെ കഴിച്ചു. പഴുത്തത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കിളികൾ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന തീറ്റയാണ്. ഇവിടെ ഇതിൻ്റെ ചുവട്ടിൽ കഴിച്ച് പറിച്ചിട്ടേക്കുക. പിന്നെ ഞാനും ചന്തുമോനും കൂടെ പതുക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. അപ്പം ഞങ്ങൾ പനിനീർ ചാമ്പയ്ക്ക കഴിക്കുന്നത് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. കഴിക്കുന്നത് സപ്പോർട്ട് ചെയ്യാനല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.